ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നിങ്ങള് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എപ്പോഴത്തെ പോലെ കുറച്ച് പേർക്ക് എക്സാം ഈസി ആയിരിക്കും, കുറച്ച് പേർക്ക് മോഡറേറ്റ് ആയിരിക്കും, കുറച്ച് പേർക്ക് ടഫ് ആയിരിക്കും. ആ ഒരു രീതി തന്നെയായിരിക്കും ഉണ്ടാവുക. എനിവേ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിയേണ്ടത് അവിടെ കഴിഞ്ഞു. ഓക്കെ, നിങ്ങളിപ്പോ നല്ല എക്സാം ആണെങ്കിലും മോശം എക്സാം ആണെങ്കിലും മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങള് ഇന്നത്തെ പെർഫോമൻസ് അവിടെ കഴിഞ്ഞു. ഇനി വരാനുള്ള എക്സാംസ് അല്ലെങ്കിൽ ഇനി വരാനുള്ള നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നാളെ തൊട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, കഴിയേണ്ടതൊക്കെ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ അവിടെ ഡെസ്പായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിയേണ്ടത് അവിടെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, അതൊക്കെയായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. എനിവേ, അതിന് മുന്നേ ഇപ്പം കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭാവിയിലേക്ക് പോകാം. ഇനിയിപ്പം കുറെ പേര് എന്താ IT ലെവൽ എക്സാം ആയിട്ടുള്ള PWD ലൈൻമാൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നവംബർ 19 എക്സാം ഉണ്ട്. അതേപോലെ ഡിപ്ലോമ ലെവൽ എക്സാം ആയ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളത് ഡിസംബർ 4 ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. അതേപോലെ SSC JEയുടെ എക്സാം ഡിസംബർ 3 തൊട്ട് 6 വരെയുള്ള ഡേറ്റുകളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ആക്റ്റീവ് ആയിട്ട് ഇപ്പം RRBയുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് നവംബർ മാസം 31 പിന്നെ KPSRBയുടെ കുറച്ചധികം എക്സാം ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. ടെൽക്കിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ചധികം നോട്ടിഫിക്കേഷൻ ഇനിയിപ്പോൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ PSUs പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന് ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടല്ലോ. ഒരു മാസം 1, 2 എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ എന്താ ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് ഇത്രയും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്രയും എക്സാംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനിയുള്ള എക്സാംസ് ഇപ്പൊ ലൈൻമാൻ എക്സാം അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എക്സാം, ഓർസി ഗ്രേഡ് 1 KWയുടെ എക്സാം അല്ലെങ്കിൽ SSC എക്സാം. അപ്പൊ ഇതിനെന്താ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൂടാണ് ഇപ്പം ജൂനിയർ എഞ്ചിനീയർ അപ്ലൈ ചെയ്യാണ്ട് ഇരിക്കുവാണെങ്കിൽ RRB നിങ്ങൾ എന്താ അത് അപ്ലൈ ചെയ്യാം. അതുകൂടാണ് KPSRBയുടെ എക്സാംസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അതുകൂടാണ്ട് മിൽമയുടെ എക്സാം ഉണ്ടല്ലോ, മിൽമയുടെ എയുടെ നോട്ടിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ മറ്റന്നാൾ വരുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം. അതുകൂടാണ്ട് വേരിയസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ വീഡിയോസ് ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചധികം പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളിപ്പം PSC ഓറിയന്റഡ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലും ഡിപ്ലോമ ലെവലും ഉണ്ടല്ലേ. അപ്പൊ ഡിഗ്രി ലെവൽ നമ്മളിപ്പം മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓൾറെഡി അവിടെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ എല്ലാ കോളേജിലും ഉള്ള ഒരു പോസ്റ്റാണ്. എന്നിരുന്നാലും എന്താ അവിടെയുള്ള സാങ്ഷന്റെ സ്ട്രെങ്ത് എന്താ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരാത്തത്. ഓക്കെ, ഇനിയിപ്പോ അവിടെ ഒരു വേക്കൻസി റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം, അവിടെ റാങ്ക് ലിസ്റ്റ് സോറി പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. പിന്നെ ഇന്നിപ്പം കഴിഞ്ഞ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഓൾറെഡി കഴിഞ്ഞു. അതേപോലെ PWDയിലേക്കുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ അത് 3/8/2023 ഏതോ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പൊ 2026 ഓഗസ്റ്റ് മാസത്തിന്റെ ആ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ കഴിയുന്നതാണ്. അപ്പൊ അടുത്ത വർഷമാണെന്നുണ്ടെങ്കിൽ PWDയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ കുറെ പേരൊക്കെ NJD ഒക്കെ പോയി. നിങ്ങൾ അവിടെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ കുറെ NJDs ഒക്കെ അവിടെ പോയിട്ട് അതൊന്നും അവിടെ ഇതായിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ എന്താ പറയണ്ടത് അതിന്റെ ഇത് വരാത്തത്. ഓക്കെ, അപ്പോ അടുത്ത വർഷം നോട്ടിഫിക്കേഷൻസ് നമുക്ക് അവിടെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ പ്ലാന്റ് എഞ്ചിനീയർ ഉണ്ട്, 26 ഡിസംബറിലായിരിക്കും വാലിഡിറ്റി കഴിയുന്നുണ്ടാവും. അതേപോലെ അസിസ്റ്റന്റ് മാനേജർ കേരള സെറാമിക്സ് ഉണ്ട്. പിന്നെ ഇതിനൊക്കെ മുന്നേ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അത് നമ്മൾ ഇതേപോലെ ഈ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അതും എന്താ അവിടെ ഓൾറെഡി അവിടെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്ത് നമ്പർ ഓഫ് സാങ്ഷന്റെ സ്ട്രെങ്ത് എന്താ അവിടെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് നോട്ടിഫിക്കേഷൻസ് ഇറങ്ങാത്തത്. പിന്നെ നമ്മൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ്, അതായത് അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ കഴിഞ്ഞ പ്രാവശ്യം ഒരുമിച്ച് എക്സാം കണ്ടക്ട് ചെയ്തതാണല്ലേ. പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നത് PWDയും ഇൻസ്പെക്ടറായിട്ട് ഒരുമിച്ച് വന്നു. ഇത് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. അപ്പൊ 27 വരെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ഇത് കൂടാണ്ട് ലക്ഷ്മി പോളിടെക്നിക് ഉണ്ട്, അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്. പിന്നെ ബിടെക് ലെവലാണ്, സോറി അസിസ്റ്റന്റ് പ്രൊഫസർ ടെക്. ബാക്കിയുള്ള ബിടെക് ലെവൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹാർബർ എയുടെ വന്നിട്ടുണ്ട്. അതേപോലെ യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഉണ്ട്. അതേപോലെ ക്യാംകോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് അതില്. അതിന്റെയൊക്കെ എയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇതേപോലെ 2024 കഴിയുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നമ്പർ ഓഫ് വേക്കൻസി കുറവായതുകൊണ്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ KACB ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം വെച്ചാൽ 2027 വരെ ഉണ്ടെന്നുണ്ടെങ്കിലും
അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എന്താ ചിലപ്പോ എല്ലാവരെയും ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോകുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ വേക്കൻസീസിന്റെ കാര്യം ഒന്നും കൂടി ആ റീസ്ട്രക്ചറിങ് ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മേ ബി ചാൻസസ് ഉണ്ട്. പക്ഷെ അതൊന്നും പറയാണ്ട് പറ്റുന്നില്ല. എന്തായാലും അടുത്ത വർഷം ഈ എയിലുള്ള റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും അവർ ഫില്ല് ചെയ്യണം. ഓക്കെ, ഫില്ല് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ അത്രയും വേക്കൻസീസ് അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ പറയുന്നത് കറക്ഷൻ നിങ്ങൾക്ക് അവിടെ ഇതാക്കാം. അത്രയും വേക്കൻസീസ് അവിടെ KCBA-യിൽ ഉണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അവര് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ലിസ്റ്റിലുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വൈസ് പോയി കഴിഞ്ഞാൽ മേ ബി വീണ്ടും ആ ഒരു വേക്കൻസി വരുന്ന മുറയ്ക്ക് എന്താ നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. 2027 വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നോക്കാം, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇനിയിപ്പോ നമ്മളിപ്പോ ഡിപ്ലോമ ലെവലാണെങ്കിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിന്റെ 2025 അവിടെ കഴിയുന്നുണ്ടാവും. 2022 ഡിസംബറിലാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളെ ഹാർബർ എയുടെ 22 വന്നാണ് 25 ജൂണിൽ അവിടെ കഴിയുന്നുണ്ടാവും. അതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് PWDയിലെ ഓവർസിയർ ഗ്രേഡ് 1. ഓക്കെ, ഓവർസിയർ ഗ്രേഡ് 1. ഓക്കെ, ഓവർസിയർ ഗ്രേഡ് 1 ഇത് ഈ വർഷം അവസാനം അല്ലെങ്കിൽ വേണമെങ്കിൽ അടുത്ത വർഷമൊക്കെ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. 2026 ജൂണിലാണ് റാങ്ക് ലിസ്റ്റിനെ വാലിഡിറ്റി അവിടെ കഴിയുന്നത്. അപ്പൊ ഇതിനുള്ള കിട്ടിയ കുറെ പേര് എന്താ ആയിട്ടും സബ് ഒക്കെ ആയിട്ടൊക്കെ കുറെ പേര് പോയിട്ടുണ്ട്. അപ്പൊ അതിലും അഡ്വൈസ് നടക്കുന്നുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ എന്താ അടുത്ത വർഷം ഏറ്റവും ആദ്യം നല്ല ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1. ഓക്കെ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2. ഓക്കെ, ഹാർബറിൽ 2026 പിന്നെ നമ്മളെ സബ് എഞ്ചിനീയർ ഓൾറെഡി 26 നവംബർ വരെ വാലിഡിറ്റി ഉണ്ട്. ഓവർസിയർ ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള 27 വരെയുണ്ട്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്ക് 27 വരെയുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 24. അപ്പൊ ഇത് കൂടാണ്ട് നമ്മളവിടെ ട്രേഡ്സ്മാൻ ഉണ്ട്. അതേ കൂടാണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട്, ഇലക്ട്രീഷ്യൻ വയർമാൻ, അതിലേക്ക് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും എക്സാംസ് ഉണ്ട് അവിടെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്താ പഠിക്കുമ്പോൾ എല്ലാത്തിനും കൂടി ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിപ്പോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചു, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ ഇനിയിപ്പോ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരാനും അതേപോലെയൊക്കെ കുറച്ച് സമയം എടുക്കും. ഒരു 3, 5, 6 മാസത്തിനടുക്ക് എന്തായാലും വരുന്നുണ്ട്. കാരണം വെച്ചാല് നമ്മുടെ ഒരു മാസത്തിനുള്ളിൽ ഫൈനൽ ആൻസർ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു 3 മാസത്തിനുള്ളിൽ അവിടെ വാല്യുവേഷൻ കഴിയുന്നുണ്ടാവാം. പിന്നെ അവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടാവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടാവും ഒരു 4, 5 മാസത്തിനുള്ളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇന്റർവ്യൂ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എന്തായാലും കുറച്ചധികം സമയം എടുക്കുന്നുണ്ടാവും. അപ്പൊ അതിനുള്ള നിങ്ങളിപ്പോ പഠിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്താ ഇവിടെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇനിയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ് ആണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇനിയും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടാവും. ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലാതെ ഇനിയും ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ബൾക്ക് ആയിട്ടായിരിക്കും അവര് നോട്ടിഫിക്കേഷൻസ് ഇറക്കുന്നുണ്ടാവുക PSC. അപ്പൊ അങ്ങനെ ആകുമ്പോഴേ ഇതിലുള്ള പറഞ്ഞ പല പോസ്റ്റിലും നോട്ടിഫിക്കേഷൻസ് വീണ്ടും വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിലും എക്സാംസ് വന്നുകൊണ്ടേയിരിക്കാം. അപ്പൊ നിങ്ങൾ എന്താ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എഫേർട്ട് എടുക്കുക. നിങ്ങളിപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഇന്ന് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഇന്നിപ്പോ അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഡിലേ വന്നു, ഗ്യാപ്പ് വന്നു. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ അവിടെ എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് വന്നു. അപ്പൊ ഇനിയിപ്പോ വീണ്ടും നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ടി വരും. പക്ഷെ നിങ്ങൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എഫേർട്ട് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴേ കാരണം വെച്ചാൽ നിങ്ങൾക്ക് അത് ബൂസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നു. ഇതിന്റെയൊക്കെ സിലബസ് എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും എന്താ ഡിപ്ലോമ ലെവലാണെങ്കിലും ബിടെക് ലെവലാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇത്രയും റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം 2021 ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ സൈക്കിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അല്ലെ? അപ്പൊ ഇനിയിപ്പം ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് ഇനിയും വരുന്നുണ്ടാവും. ഇനിയിപ്പം കൂടാണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലേ ലൈൻമാന്റെ നോട്ടിഫിക്കേഷൻസ് വീണ്ടും വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ ലൈൻമാന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റികളിൽ ലൈൻമാന്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും വരുന്നുണ്ട്. അതുകൂടാണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം KWA-യുടെ ഷോർട്ട് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും. അതിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ യൂണിവേഴ്സിറ്റി എയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് വരുന്നുണ്ടാവും. അപ്പൊ ഇവരൊക്കെ തന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള ടോപ്പേഴ്സും KWA-യിലെ ടോപ്പേഴ്സും തന്നെ ആയിരിക്കും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലും ടോപ്പേഴ്സ് ആവാനുള്ള സാധ്യത, അല്ലെ? മേ ബി, പറയാൻ വേണ്ടി പറ്റില്ല.
മേ ബി സാധ്യത അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ അവരെന്താ നമ്മൾ കഴിഞ്ഞ ഇൻസ്പെക്ടറേറ്റിൽ ഇപ്പം ഒരു കുറച്ച് പുറകിലുള്ളവരായിരിക്കും, പിന്നെന്താ ഇപ്പൊ AP-യിലൊക്കെ ടോപ്പ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അതേപോലെ KCBIയിൽ കുറച്ച് ഇതായിട്ടുള്ളവരായിരിക്കും AP-യിൽ ടോപ്പ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. ഓക്കെ, അതേപോലെ സബ്വേയിൽ കുറച്ച് ബാക്കിലുള്ളവരായിരിക്കും AP-യിൽ ടോപ്പ് ആയിട്ട് വന്നിട്ടുണ്ടാവാം. അങ്ങനെ പല ഇതിലും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം സബ്വേയിൽ ഇപ്പൊ കുറച്ച് കുറവുള്ളവർ AEയിൽ എന്താ നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താ പറയാ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ എന്താ എഫേർട്ട് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോ നിങ്ങൾ എന്താ കഴിഞ്ഞതിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് വറീഡാവാതെ പുതിയതിനെ പറ്റിയിട്ട് എന്താ ആലോചിക്കുക. പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ടാവും, പുതിയ എക്സാംസ് വരുന്നുണ്ടാവും. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോ ഓക്കെ, താങ്ക് യു.